ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വ്യൂസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾ യൂട്യൂബ് തമ്പനയിൽ കണ്ട പോലെ തന്നെ തക്കാളിയും സവാളയും അതുപോലെ തന്നെ തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ എങ്ങനെ ചട്നി പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പി കൂടി ഇടുന്നുണ്ട്. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല കേട്ടോ. നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിൽ ഒന്നായിട്ടുള്ള പെസറട്ടു അല്ലം ചട്നിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലോട്ട് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വളരെ ടേസ്റ്റിയാണ്, അതിലേറെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന ലൈക്സിന് വളരെയധികം നന്ദിയുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ള ഒരു വ്യക്തി കൂടി ഉണ്ട് കേട്ടോ. അതെൻ്റെ സബ്സ്ക്രൈബറാണ് ആര്യപ്രകാശ്. ഞാനിടുന്ന എല്ലാ വീഡിയോസും കണ്ടും അതിന് ഏറ്റവും നല്ല കമൻസ് എനിക്ക് ആര്യപ്രകാശ് തരാറുണ്ട്. അപ്പോൾ ആര്യപ്രകാശിൻ്റെ സപ്പോർട്ടിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. അതുപോലെ ഞങ്ങളുടെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ മകളുടെ പേര് ഷിഖ എന്നാണ്. അപ്പോൾ തുടർന്നും ആര്യപ്രകാശിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളെല്ലാവരുടെയും ലൈക്സും പിന്നെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഈ ചട്നി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന 1 സ്പൂണ് പരിപ്പ്, 1 സ്പൂണ് മല്ലി, 1 സ്പൂൺ ഉഴുന്ന്, കുറച്ച് വറ്റൽമുളക്, ഒരച്ച് ശർക്കര, കുറച്ച് പുളി, പിന്നെ 1 കഷ്ണം ഇഞ്ചി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ദോശമാവിനുള്ളത് റെഡിയാക്കി എടുക്കാം. ഇത് ചെറുപയറാണ്. ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് മിക്സി ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് രീതിയിൽ നമുക്ക് ദോശമാവിന് അരക്കില്ലേ അതുപോലെ അരച്ചെടുക്കുക. അതുപോലെ തന്നെ 2 സ്പൂണ് അരിപ്പൊടിയും കൂടി ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ കാണിച്ച ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം. അതിന് ഒരു ഫ്രൈയിങ് പാൻ വെച്ച് പാൻ നല്ലപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആദ്യമേ നമുക്ക് വറ്റൽമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ശർക്കരയും പുളി ഒഴിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്കിത് മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് ആദ്യം വറ്റൽമുളക് അടിച്ചെടുത്തതിന് ശേഷം ബാക്കി രണ്ടാമത് ഫ്രൈ ചെയ്ത ഐറ്റംസ് കൂടി ഇട്ടിട്ട് അതിലേക്ക് പുളിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് അരയ്ക്കാനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ ഫൈൻ പേസ്റ്റാക്കി എടുക്കുക. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ശർക്കരയില്ലേ, ശർക്കര നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് ഒന്നും കൂടി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ പുളിയും ഉപ്പും മധുരം കൂടി കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി ദോശയ്ക്കുള്ളതെന്ന് നോക്കാം. അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൽ ചേർത്തേക്കുന്നത് കുറച്ച് ജീരകമാണ്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമ്മൾ ദോശ പാൻ ചൂടായി വരുമ്പോൾ നമ്മുടെ ദോശമാവ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഈ പരത്തി കഴിയുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും സവാളയും ജീരകത്തിൻ്റെ മിക്സും കൂടി നമ്മൾ ചേർത്ത് വന്നിട്ട് വിതറി കൊടുക്കണം ദോശയുടെ മേളിൽ. അതിനുശേഷം നമ്മുടെ ഈ അരികൊക്കെ ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചട്ടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളത് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒരു വശം ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. നമുക്ക് നമ്മുടെ ഫ്രൈ ആയി വന്ന് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് വേവിക്കണം. കണ്ടില്ലേ, ചട്ടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറിച്ചിട്ടു. ഇനി 2 വശം ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ദോശ ഇവിടെ റെഡിയാണ് കേട്ടോ. എല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ദോശ. കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാക്കുക. അപ്പം നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടി ഇതുപോലെ പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചെറുപയർ മുളപ്പിച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഈ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് ഇത്. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അത് മാത്രമല്ല, രാത്രി ഇനി മാവ് അരച്ച് വെക്കേണ്ട ഒരു പണിയില്ല. പെട്ടെന്ന് തന്നെ ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പെസറട്ടും അല്ലം ചട്നിയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒരു ഷെയറും തരണേ. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.